സമകാലികം. ജനശബ്ദം, ജനങ്ങളുടെ ശബ്ദം. ജനശബ്ദത്തിൽ ഇന്ന് വെങ്ങോല ഗ്രാമപഞ്ചായത്ത്. എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ വാഴക്കുളം ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്താണ് വെങ്ങോല ഗ്രാമപഞ്ചായത്ത്. വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഏറെ മുന്നിൽ നിൽക്കുന്നു എന്നതിനാൽ എറണാകുളം ജില്ലയിലെ അക്ഷരഗ്രാമം എന്ന വിശേഷണവും ഈ പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. കരിയുക അല്ലെങ്കിൽ ഉണങ്ങുക എന്നർത്ഥം വരുന്ന വെങ്ങുക എന്ന പദവും ഓലയും ചേർത്താണ് വെങ്ങോല എന്നായതെന്ന് പറയപ്പെടുന്നു. ഇവിടെ തെങ്ങ് ധാരാളമായി ഉണ്ടായിരുന്നുവെന്നും വേനൽക്കാലത്ത് ഈ ഓല പോലും ഉണങ്ങുന്ന സ്ഥലം എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും പറയുന്നു. അല്ലപ്ര, അറക്കപ്പടി തുടങ്ങി 23 വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത്. ജനശബ്ദത്തിൽ ഇന്ന് വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം. നമ്മുടെ എറണാകുളം ജില്ലയിൽ അക്ഷര ഗ്രാമമെന്ന് പേരിട്ട് വെങ്ങോലയെ വിശേഷിപ്പിച്ചത് കേരള ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ്. സ്കൂൾ അധ്യാപകനായിരുന്ന EV നാരായണൻ. അദ്ദേഹം പേരിടാനുള്ള കാരണം അന്നൊരു കണക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ബോധിപ്പിക്കുകയും തെളിവ് കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ വെങ്ങോലയിൽ സ്വന്തമായി ഒരു പുസ്തകമെങ്കിലും പ്രസിദ്ധീകരിച്ച എഴുത്തുകാരുടെ എണ്ണം 47 പേരാണ്. അതുപോലെ പഴയ തലമുറയുടെയും കൂടി കണക്കെടുക്കുമ്പോൾ ഒരു 70-75 എഴുത്തുകാരുള്ളത്. അങ്ങനെയുള്ള ഒരു പാരമ്പര്യം ഇന്നുമുണ്ട്. അതുപോലെ ഗ്രന്ഥശാലകൾ ഇവിടെ 8 ഉണ്ട്. സ്കൂളുകൾ 15 സ്കൂളുകളുണ്ട്. അതുപോലെ ദേശീയ അധ്യാപക അവാർഡ് ഏർപ്പെടുത്തിയ ആദ്യത്തെ ദേശീയ അവാർഡ് കിട്ടിയത് വെങ്ങോലക്കാരനായ സ്വാതന്ത്ര്യ സമര സേനാനിയും ശാലേം ഹൈസ്കൂളിൻ്റെ അധ്യാപകനും അതുപോലെ വെങ്ങോലയിലുള്ള ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളുടെ തുടക്കക്കാരനായ O. തോമസനാണ്. ഇപ്പോൾ വെങ്ങോലയ്ക്ക് എല്ലാ തരങ്ങളിലും തല ഉയർത്തി നിൽക്കുന്നതിനുള്ള ഒരു സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും ഉണ്ട്. വെങ്ങോല എന്നുള്ള പേര് സംസ്കൃത മലയാള പദങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു പദമാണ്. ഇതിനർത്ഥം വെങ്ങുക എന്ന് പറഞ്ഞാൽ കരിയുക അല്ലെങ്കിൽ വാടുക, ഉണങ്ങുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഓല എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന അന്ന് വെങ്ങോലയിൽ സർവ്വസാധാരണമായിട്ട് കുറച്ചുണ്ടായിരുന്ന തെങ്ങാണ്. എന്ന് പറഞ്ഞാൽ വേനൽക്കാലം വരുമ്പോൾ തെങ്ങിൻ്റെ ഓല പോലും വാടുകയും കരിയുകയും ഉണങ്ങുകയും ചെയ്യുന്ന സ്ഥലം എന്നുള്ള നിലയ്ക്ക് വെങ്ങ് അധികം ഓല കൂട്ടിച്ചേർത്ത് വെങ്ങോലയാക്കിയത് സംസ്കൃതത്തിലും മലയാളത്തിലും ഒരുപോലെ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ഏതോ ഒരു സംസ്കൃത പണ്ഡിതനായിരുന്നിരിക്കാം. കർഷകനായ NS ഗോപാലകൃഷ്ണൻ പറയുന്നത് കേൾക്കാം. ഞാൻ വെങ്ങോലയിലെ 22-ാം വാർഡിലെ വസിക്കുന്ന ആളാണ്. ഓണംകുളം. വെങ്ങോലയെ സംബന്ധിച്ചിടത്തോളം കൃഷിസ്ഥലം കുറേയൊക്കെ പ്ലൈവുഡ് കമ്പനിക്കാർ വന്ന് സ്ഥലങ്ങൾ വില കുറച്ച് മേടിച്ച് പ്ലൈവുഡ് കമ്പനികൾ പടുത്തുയർത്തി. കുറേ ഭാഗങ്ങളൊക്കെ വെള്ളം വളരെ ശോചനീയമായി കഴിഞ്ഞോടുകൂടി അവിടെ നിന്ന് ജനങ്ങൾ മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. കനാല് വന്നതിന് ശേഷം നമുക്കുണ്ടായ ആ നല്ല കാലം ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ കർഷകരും പ്ലൈവുഡ് കമ്പനികളും പല നിർമ്മാണ പ്രവർത്തനത്തിനും വേണ്ടിയും പാറ പൊട്ടിക്കുന്നതിനും വേണ്ടിയും പാറമടകൾക്കും വേണ്ടിയും ദുരുപയോഗം ചെയ്ത് മണ്ണൊക്കെ എടുത്തുകൊണ്ടുപോയി ആ കുന്നുകളൊക്കെ ഇല്ലാണ്ടായി. വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആൾക്കാർ മണ്ണിട്ട് നികത്തി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ മേടിച്ച് കാശ് കിട്ടുമ്പോൾ കൃഷിക്കാർ കൊടുത്ത് അവരുടെ താൽക്കാലിക സാമ്പത്തിക കാര്യങ്ങൾ നടന്ന് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ വെങ്ങോലയുടെ കാര്യങ്ങൾ കുറച്ചൊക്കെ പരിതാപകരമാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ പ്ലൈവുഡ് കമ്പനിയും കൃഷികളും വന്നോടുകൂടി ആ നല്ല കാലഘട്ടം. ഇപ്പോൾ പഞ്ചായത്തിന് റവന്യൂ വരുമാനം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാലോ, പ്ലൈവുഡ് കമ്പനികൾ അതുമാതിരി കൃഷികൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ ടാക്സുകളൊക്കെ കൂടുതൽ വരും. പിന്നെ റവന്യൂ വരുമാനം പഞ്ചായത്തിന് കൂടിയിട്ടുണ്ടെന്നല്ലാണ്ട് കാർഷിക മേഖല വളരെ തളർന്നുപോയി. ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പണികൾ ഒരുപാട് പഞ്ചായത്ത് തലത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് ശരിയായ രീതിയിലുള്ള എല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലുറപ്പുകാരെ പണിക്കാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഉൽപാദന മേഖലയിലേക്ക് നമ്മൾ വഴി തിരിച്ചു വിട്ടാൽ കുറേയൊക്കെ തടസ്സങ്ങൾ ഒരു വിധം പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെ എനിക്ക് കൂടുതലും പഞ്ചായത്ത് പ്രോത്സാഹിപ്പിക്കുന്ന ബിസിനസ്സുകാരെയാണ്. പ്ലൈവുഡ് കമ്പനികളിൽ നിന്നും കൃഷികളിൽ നിന്നും നല്ല റവന്യൂ വരുമാനമുണ്ട്. ഗ്രാമസഭയിൽ ഞാൻ ഇതൊക്കെ പറയാറുണ്ട്. പക്ഷേ ഗ്രാമസഭയിൽ ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ മിക്കവാറും അത് കേൾക്കും വെള്ളത്തിൽ വരച്ച വരമാതിരി അങ്ങനെ അങ്ങോട്ട് മാറി പോവാണ്. പിന്നെ നമുക്ക് കാർഷിക മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിലവിലുള്ള പാടശേഖരങ്ങളുടെ തോടുകൾ വൃത്തിയാക്കിയാൽ മാത്രമാണ് നമ്മുടെ കാർഷിക മേഖലയിൽ വെള്ളത്തിന്റെ നീരൊറവ് നിൽക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരുപാട് തോടുകൾ ഞങ്ങളുടെ വാർഡിൽ തന്നെ ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് കിടപ്പുണ്ട്. ശരിക്കും നമ്മൾ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പഞ്ചായത്തിന്റെ കയ്യിൽ ഫണ്ടിന്റെ അപര്യാപ്തത വളരെ കൂടുതലാണ്. പരിസ്ഥിതി പ്രവർത്തകനായ മത്തായി പറയുന്നത് ഇങ്ങനെ. 23-ാം വാർഡാണ് വെങ്ങോല എന്ന് പറയുന്നത്. കുറെ മലകളാൽ ചുറ്റപ്പെട്ട ഒരു നാടാണ്. ചുണ്ടമല, തേറുമല,
പൂമല, പോഴോട്ടിമല, പങ്കിമല, ഓട്ടപ്പാണിമല, ഇങ്ങനെ കുറേ മലകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു നാടാണ്. ശുദ്ധജലത്തിനും കുടിവെള്ളത്തിനും അടുത്ത കാലം വരെ യാതൊരു ക്ഷാമവും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന നാടാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഈ വ്യാവസായിക സംസ്കാരം വന്നപ്പോൾ ഈ മലകളെല്ലാം ഇന്ന് നാമമാത്രമായിട്ട് അവശേഷിക്കുക. അതിൻ്റെ സിംഹഭാഗവും മണ്ണെടുത്തും കോറികൾക്ക് വേണ്ടി കുഴിച്ചും തീർന്നു പോയിക്കൊണ്ടിരിക്കുക. ഈ മലകളെന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ടൺ മണ്ണിന് 200 മുതൽ 250 ലിറ്റർ വെള്ളം മഴക്കാലം സംഭരിച്ചു വെച്ച് ആ വെള്ളമാണ് ഉറവുകളായിട്ട് കിണറുകളിലേക്കും പാടശേഖരങ്ങളിലേക്കൊക്കെ വരുന്നത്. ഒരു ടൺ മണ്ണ് വെങ്ങോലയുടെ പ്രദേശത്ത് നിന്ന് കയറി പോകുമ്പോൾ 250 ലിറ്റർ വെള്ളം വെങ്ങോലക്കാർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. ഇനിയും അവശേഷിക്കുന്ന മലകളെങ്കിലും മണ്ണെടുപ്പ് നശിപ്പിക്കാതെ തന്നെയല്ല ഈ പാടശേഖരങ്ങളും നല്ലൊരു ശതമാനം മണ്ണിട്ട് നികത്തി മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിച്ചുകൊണ്ടിരിക്കും. ഈ ഒക്ടോബർ സെപ്റ്റംബർ മാസങ്ങളിൽ വെങ്ങോലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്നു. കുടിവെള്ളം സപ്ലൈ ചെയ്യുന്ന ടാങ്കിൽ നിന്ന് കിട്ടുന്ന ഈ വാട്ടർ അതോറിറ്റി ഒന്ന് പണിമുടക്കിയാൽ വെങ്ങോലക്കാർ കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നതും പിന്നെ ഈ ടാങ്ക് വെള്ളത്തിന് പഞ്ചായത്തിൽ ചെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരെടുത്ത് കെഞ്ചി അവരെ അയച്ചു കൊടുക്കുന്ന ടാങ്ക് വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ സ്ഥിതി ഉണ്ടാക്കിയത് വ്യവസായവൽക്കരണത്തിന് കൂടുതൽ അനുകൂലമായിട്ടും കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ മേഖലയ്ക്കും ജനവാസത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന നിയമനിർമ്മാണങ്ങളും കാര്യങ്ങളും കൂടെ അതിന് ഭാഗമാക്കാണ്. അതിനേക്കാൾ ഉപരിയായി ഒരുപക്ഷെ ഈ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മലിനീകരണം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്ത് പഞ്ചായത്ത്. ഇവിടെ ഒരു 150-ലെങ്കിലും പ്ലൈവുഡ് കമ്പനികൾ വർക്ക് ചെയ്യുന്നു. ഈ പ്ലൈവുഡ് കമ്പനികൾ പുറത്തേക്ക് വിടുന്ന മാരകമായ വിഷവാതകം ശ്വസിച്ച് അത് ഒട്ടിക്കുന്ന പശയിൽ നിന്ന് ഫോർമാലിൻ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പുറത്തേക്ക് പോകുന്നു. ഇതിൽ നിന്ന് വീഴുന്ന പുകയിലുള്ള ചില വിഷവസ്തുക്കൾ 35 വർഷം വരെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാതെ നശിച്ചു പോകാൻ നിലനിൽക്കുന്ന ഭവിഷ്യത്തുകളുണ്ട് എന്നാണ് ശാസ്ത്രീയമായിട്ട് പറയപ്പെടുന്നത്. ഇതുകൊണ്ട് വെങ്ങോല പഞ്ചായത്തിന് അന്തരീക്ഷം അങ്ങേയറ്റം മലീമസമാണ്. ഇതിന് എത്രയും വേഗം കഴിഞ്ഞാണിട്ടില്ലെങ്കിൽ ഇവിടെ ജനജീവിതം ക്രമേണ ദുഷ്കരമായിട്ട് മാറും. ഒപ്പം പ്ലൈവുഡ് കമ്പനികൾ പൂർണ്ണമായും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ഒഴിവാക്കുക, ഇതൊന്നും അനുവദിക്കാതിരിക്കുക, ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മറ്റൊന്ന്, ഇതിനേക്കാൾ രൂക്ഷമായി ടാർ മിക്സിംഗ് യൂണിറ്റുകൾ. എൻ്റെ ഒരൊറ്റ വാർഡിൽ തന്നെ ഏകദേശം 6 ടാർ മിക്സിംഗ് യൂണിറ്റുകൾ 500 മീറ്റർ പരിധിക്കുള്ളിൽ ഒരുമിച്ച് വർക്ക് ചെയ്യും. അപ്പോൾ ഏതാണ്ട് കേരളത്തിൻ്റെ 1/3 പ്രദേശത്തേക്കുള്ള മുഴുവൻ ടാറിങ്ങുകളും ഇവിടെ നിന്നിങ്ങനെ വലിയ തുറകൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ദോഷങ്ങൾ മുഴുവൻ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഈ വെങ്ങോല പഞ്ചായത്ത്. 23-ാം വാർഡിലാണ് അവിടെ മാത്രം നിൽക്കുള്ളൂ. പുക ഈ അന്തരീക്ഷം തടഞ്ഞു നിർത്താൻ വേറെ മാർഗങ്ങളൊന്നും, അത് അതിൻ്റെ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് എല്ലാ ഭാഗത്തേക്കും പോയിക്കൊണ്ടിരിക്കും. ഒരുപാട് പരാതികൾ ഒക്കെ കൊടുത്തിട്ടും ഒരു പരിഹാരം ഉണ്ടായില്ല. ട്രഷറി ഓഫീസറായിരുന്ന ശോഭന പറയുന്നത് കേൾക്കാം. 16-ാം വാർഡിലാണ് ഇപ്പൊ താമസിക്കുന്നത്. ഇപ്പൊ വെങ്ങോല പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ആരോഗ്യരംഗത്ത് വാർഡ് തലത്തിൽ ഫിസിക്കൽ ആൻഡ് മെന്റൽ എൻറിച്ച്മെന്റിന് വേണ്ടിയിട്ട് വനിതകൾക്ക് എന്തെങ്കിലും ഒരു പദ്ധതി, സ്ഥിരമായിട്ട് എവിടെയെങ്കിലും ഒരു എക്സർസൈസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സൗകര്യം അവരെ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം വേണം. അതുപോലെ തന്നെ കാർഷിക രംഗത്ത് ഇപ്പൊ വിഷരഹിതമായ പച്ചക്കറികൾ ഈ ആശുപത്രികളൊക്കെ ഒഴിവാക്കാം. അപ്പൊ ധാരാളം സ്ഥലം വെങ്ങോല പഞ്ചായത്തിൽ വെറുതെ കിടപ്പുണ്ട്. അപ്പൊ അതിൽ താല്പര്യമുള്ള വനിതകളും ഉണ്ട് ഇഷ്ടം പോലെ. അപ്പൊ അവരെ കാർഷിക രംഗത്തിലേക്ക് കൂടുതൽ കൊണ്ടുവരിക. പിന്നെ മറ്റൊന്ന്, ഗ്രാമസഭയിലെ ഈ ഉന്നത നിലയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത ആളുകളൊക്കെ അവര് കോർഡിനേറ്റർ ആയിട്ട് ചില കാര്യങ്ങൾ സംഘടിപ്പിച്ചാൽ, ഇപ്പൊ ജനസേവനം ഇതുവരെ ആയിരുന്നത് ഗ്രാമസേവനം കൂടി ആവട്ടെ, എല്ലാം നമ്മളൊന്നാണല്ലോ. പ്രധാനമായിട്ടും വേണ്ട ഒരു കാര്യം ഞാൻ ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒറ്റപ്പെടുന്ന മാതൃത്വങ്ങൾ ഒരുപാട് പേരുണ്ട്, അവർക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒരു കൗൺസിലിംഗ് ഇടയ്ക്ക് പഞ്ചായത്ത് നടത്താറുണ്ടെങ്കിലും എല്ലാവരും ഒന്നും എത്തിപ്പെടാറില്ല. സ്ഥിരമായ ഒരു കൗൺസിലിംഗ് സെന്റർ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ പകൽ വീടിന് പകരം രാത്രി വീടുകൾ. പക്ഷേ ഒറ്റയ്ക്കുള്ള അമ്മമാർക്ക് പലപ്പോഴും രാത്രി താമസിക്കാൻ, അപ്പൊ അതുകൊണ്ട് രാത്രി വീടുകൾ ഞാനിവിടെ മെമ്പറോട് എപ്പോഴും പറയാറുണ്ടത്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ എന്താ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ എന്തൊക്കെ ഉണ്ടായാലും ആളുകൾ അതിലേക്ക് എത്തിപ്പെടുന്നില്ല. സ്ത്രീകൾ വരാൻ മടിക്കുക, അവര് മക്കളെ നോക്കി അല്ലെങ്കിൽ വീട്ടിൽ കഞ്ഞി വെച്ച് കൂട്ടാൻ വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അതല്ലാതെ പൊതുരംഗത്തേക്ക് ഇറങ്ങാൻ സ്ത്രീകൾക്ക് മനസ്സില്ല. പലപ്പോഴും അവർക്ക് വിലക്കുകളുമുണ്ട്, അതും ഒരു സത്യമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നുള്ള ആളുകൾക്ക് കേൾക്കാൻ ആളില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കൂടിയിരിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കേൾക്കാൻ ആളുണ്ട് എന്നുള്ളത് തന്നെ അവരെ സംബന്ധിച്ചോളം അവരുടെ ആ ഡൊപ്പാമിൻ, ഹാപ്പി ഹോർമോൺസ് ഉയർത്തുന്ന ഒരു കാര്യമാണ്. ആരോഗ്യപരമായ നല്ലൊരു ഉന്നതിയാണ്. കെ രവിയുടെ പ്രതികരണത്തിലേക്ക്. 14-ാം വാർഡിലാണ് താമസിക്കുന്നത്. ഞാൻ താമസിച്ച ഭാഗത്ത് വെള്ളമില്ല. പൈപ്പ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഫുള്ളായിട്ട് കണക്ഷൻ കൊടുത്തുകൊണ്ട് ഞാൻ 12 വർഷം മുമ്പ് എടുത്ത പൈപ്പിലൊരു വെള്ളം വരില്ല. പുതിയ കണക്ഷൻ ആയിട്ടില്ല. പുതിയ കണക്ഷൻ എന്ന് പറഞ്ഞാൽ കൊടുത്ത് മറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടെങ്കിലും വെള്ളം വരില്ല. ആഴ്ചയിലൊരിക്കൽ ചിലപ്പോൾ മാസത്തിലൊരിക്കലാണ് വെള്ളം വരുന്നത്. മറ്റേ 1.5 വെള്ളം വന്നുകൊണ്ടിരുന്ന കറക്റ്റായിട്ട്. വെള്ളത്തിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ഹൈ ലെവൽ പഞ്ചായത്തിലുണ്ടെങ്കിൽ 40 വർഷമായി പണിതിട്ടുണ്ട്. ഇതുവരെ അതിനകത്ത് വെള്ളം വന്നിട്ടില്ല. അത് പണി തീർത്തിട്ടില്ല, കമ്മീഷൻ ചെയ്തിട്ടില്ല ഇതുവരെ. റോഡാണെങ്കിലും ചെയ്യണ റോഡുകളുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം 10 മീറ്റർ ചെയ്തു, ബാക്കി 10 മീറ്റർ പോയി കിടക്കായിരിക്കും. അങ്ങനെ 10 മീറ്റർ ചെയ്യുമ്പോഴത്തേക്കും ഈ ചെയ്ത 10 മീറ്റർ ഒരു പ്രൊജക്റ്റ് വന്ന് ചെയ്യുമ്പോൾ റോഡ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ
നല്ലതാണ്. ഇതങ്ങനെ ചെയ്യണില്ലോ. അഡ്വക്കേറ്റ് മാത്തപ്പന് പറയാനുള്ളത് ഇതാണ്. വാർഡ് നമ്പർ 21 ശാലം വാർഡ്. വെങ്ങോല 50 വർഷം മുമ്പ് വെങ്ങോല ഒരട്ട് വെങ്ങോല എന്നറിയപ്പെട്ട ഒരു ചിത്രപ്പേരുണ്ടായിരുന്നു. പെരിയാർ വാലി കനാലിന്റെ ആവിർഭാവത്തോടു കൂടിയാണ് വെങ്ങോല പഞ്ചായത്തിലെ കാർഷിക മേഖലയ്ക്ക് ഒരു ഉണർവുണ്ടായത്. 58 പിന്നെ ഭൂത്താങ്കെട്ടിന്റെ പണി ആരംഭിച്ച് 60കളിൽ അത് പൂർത്തീകരിച്ച് 1960 ശേഷമാണ് ഇന്ന് കാണുന്ന കനാലുകളുടെ പ്രധാന കനാലുകളെല്ലാം ഉണ്ടായത്. അതിനുശേഷം 70-77 കാലത്താണ് ബാക്കിയുള്ള ബ്രാഞ്ച് കനാലുകൾ പരമാവധി ജലസേചനത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള ബ്രാഞ്ച് കനാലുകളുടെ പ്രവർത്തനം ആരംഭിച്ചത്. അതിനു മുമ്പുള്ള വെങ്ങോലയുടെ കാർഷിക മേഖല എന്ന് പറയുന്നത് വളരെ നാമമാത്രമായ ഇഞ്ചിപ്പുൽ കൃഷി. നിരവധി മലകളുണ്ട്. പൊട്ടോട്ടി മല, ഓണംവേലി മല, അങ്ങനെ നിരവധി മലകൾ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് വെങ്ങോല. അതുകൊണ്ട് തന്നെ ഈ ജലസേചന സൗകര്യം ഇല്ലാതിരുന്ന കാലത്ത് ആകെ ഇവിടെ ഉണ്ടായിരുന്നൊരു പ്രധാന കൃഷി എന്ന് പറയുന്നത് ഇഞ്ചിപ്പുല്ലായിരുന്നു. പിന്നെ നാമമാത്രമായിട്ടുള്ള എടനയുടെ കുരു, അതുപോലെ മരോട്ടി കുരു, ഇതൊക്കെയാണ് അന്നത്തെ ഒരു നാണ്യവിളകൾ എന്നുള്ള രീതിയിലുണ്ടായിരുന്നത്. 70കളിന് ശേഷമാണ് റബ്ബർ കൃഷി വ്യാപകമായത്. 92 കാലം വരെ കാർഷിക മേഖലയിൽ വെങ്ങോലയിൽ നല്ല ഒരു അഭിവൃദ്ധി ഉണ്ടായ ഒരു സ്ഥലമാണ്. 92കൾക്ക് ശേഷം വ്യാവസായികമായ ഒരു വളർച്ചയ്ക്ക് വെങ്ങോല പഞ്ചായത്ത് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. പ്രധാനമായിട്ട് മരവ്യവസായം ആണ് വെങ്ങോലയിൽ ഉണ്ടായിരുന്നത്. അതിപ്പോൾ അതിൻ്റെ പ്ലൈവുഡ് എന്നുള്ള രീതിയിലേക്ക് മാറി. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ആരംഭകാലത്ത് തദ്ദേശീയർക്ക് ഒരു തൊഴിലവസരം എന്നുള്ള രീതിയിൽ എല്ലാ തുറയിലുള്ള ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിച്ചെങ്കിലും അത് വ്യാപകമായതിനെ തുടർന്ന് പാരിസ്ഥിതിക വിഷയങ്ങളിലേക്ക് വരികയും ഇപ്പോൾ അങ്ങനെയുള്ള 300ഓളം വരുന്ന പ്ലൈവുഡ് ഫാക്ടറികളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ മാത്രമായി ജോലി ചെയ്യുന്ന ഒരു കാര്യമാണ് ഉള്ളത്. പിന്നീട് വെങ്ങോലയിലെ ഒരു പ്രധാന വരുമാന സ്രോതസ്സായി കാണുന്നത് ക്രഷർ വ്യവസായമാണ്. ക്രഷർ വ്യവസായത്തിന് 92 കാലം മുതൽ പറഞ്ഞാൽ ഒരു 2015-16 വരെ നല്ല കാലഘട്ടമായിരുന്നു. പക്ഷേ സമീപകാലത്ത് ഇവിടെയുള്ള അനധികൃത കോറികൾ ധാരാളം ഉണ്ടായിരുന്നു. അതെല്ലാം നിർത്തലാക്കിയോടുകൂടി ക്രഷർ വ്യവസായം ഒരു മന്ദഗതിയിലാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് മറ്റൊരു വ്യവസായമായിട്ടുള്ളത് കെട്ടിട നിർമ്മാണ സാമഗ്രികൾ ഉണ്ടാക്കുന്ന ഇഷ്ടികകളങ്ങളാണ്. ക്രഷറിന്റെ ആവിർഭാവത്തോടുകൂടി അതിന്റെ ബൈ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ നിരവധി യൂണിറ്റുകൾ ഇവിടെ ഉണ്ട്. അതോടുകൂടി കാർഷിക മേഖലയിൽ നിന്ന് ആളുകളെല്ലാം പിൻവാങ്ങിയ ഒരു അവസ്ഥയാണ്. നെൽകൃഷി വെങ്ങോലയിൽ ഇപ്പോൾ നാമമാത്രമായിട്ടാണ് ഉള്ളത്. വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിൽ വലിയ ഒരു 10-12ഓളം വായനശാലകളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്, ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു നല്ല 2 സ്ഥാപനങ്ങൾ. അതുകൊണ്ട് സാമൂഹ്യ ഇടപെടൽ വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു മേഖലയാണ് വെങ്ങോല. ഇപ്പോൾ വളരെ ചുരുക്കം സ്ഥലത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളുള്ളതുണ്ട്. അത് ഇപ്പോൾ പുതിയ കുടിവെള്ള പദ്ധതികളുടെയൊക്കെ പ്രാദേശികമായ ചെറുകിട പദ്ധതികളുണ്ട്. അതുകൂടാതെ വാട്ടർ അതോറിറ്റിയുടെ പിന്നെ കുടിവെള്ള പദ്ധതികളെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ശിവൻ പറയുന്നത് കേൾക്കാം. ഞാൻ താമസിക്കുന്നത് പഞ്ചായത്തിലെ 18ാം വാർഡിലാണ്. സമൂഹത്തിലെ ഏറ്റവും താഴെക്കെട്ടിൽ നിൽക്കുന്ന ആളുകളുടെ ജീവിത നിലവാരം ഉയരുന്നതും കൂടിയാണ് വികസനം എന്നുള്ള എൻ്റെ കാഴ്ചപ്പാട്. നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞു, ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്ന ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങളിലെ ദരിദ്രനാരായന്മാരുടെ മോചനം, അവരുടെ കണ്ണീരൊപ്പുക എന്നുള്ളതാണ് രാഷ്ട്രപിതാവ് രാഷ്ട്രസങ്കല്പത്തിൻ്റെയും ഗ്രാമസ്വരാജിൻ്റെയും ഒക്കെ അന്തസത്ത എന്നുള്ളത്. എന്നാൽ ഇപ്പോഴും ഉട്ടുഘോഷിക്കപ്പെടുന്ന പല വികസനങ്ങളും പാവപ്പെട്ട ആളുകളുടെ ജീവിത പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ, പബ്ലിസിറ്റിക്ക് വേണ്ടി അനന്തകോടിയുള്ള വലിയ പ്രോജക്റ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പോലും നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങ് വികസന പദ്ധതി മാത്രമാണ് നിലനിൽക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് വെങ്ങോല പഞ്ചായത്തിൽ നിന്ന് വിവരാശം ലഭിച്ച മറുപടിയിൽ ലഭിച്ചത്. വെങ്ങോല പഞ്ചായത്തിൽ 798 കുടുംബങ്ങൾ ഭൂരഹിതരായി നിൽക്കുന്നു എന്നാണ്. ഇത് ലഭിച്ചത് 24 ഓഗസ്റ്റിലാണ്. അവർ ഭവനരഹിതരായി 437 കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ വികസനത്തിൽ ഏറ്റവും മുന്തിയ പ്രാധാന്യം നൽകേണ്ട ഒന്ന്, ഇവിടെ ജനിച്ചു വളർന്ന ആൾക്ക് ഈ മണ്ണിൽ ചവിട്ടി നിന്ന് എൻ്റേതെന്ന് പറയുവാൻ ഒരു തരി മണ്ണ് അവരുടെ ജീവിതത്തിൽ സ്വന്തമാക്കി കൊടുക്കുക എന്നുള്ളതാണ് വികസനത്തിൽ എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. അതുപോലെ കിടക്കാൻ കിടപ്പാടമില്ലാതെ ഒറ്റമുറി വീടുകളിൽ കഴിയുന്ന കുടുംബങ്ങളുടെ എണ്ണം വളരെ വലുതാണ്. വെങ്ങോല പഞ്ചായത്തിലെ 50,000-ലേറെ ജനസംഖ്യയുണ്ട്. അതുകൂടാതെ തന്നെയാണ് ഈ അന്യസംസ്ഥാനക്കാരായ ആളുകൾ ഒത്തിരി വരുന്നത്. 2 വില്ലേജ് ഉൾക്കൊള്ളുന്ന വലിയ ഭൂപ്രദേശമാണത്. അന്യസംസ്ഥാനങ്ങൾക്ക് കണക്കില്ല. കാരണം ഇവർ വന്ന് താമസിക്കുന്നതിനെ കുറിച്ച് രേഖയില്ല. തൊഴിലിടങ്ങളിൽ തന്നെ കൃത്യമായിട്ട് തൊഴിൽ രേഖപ്പെടുത്തുന്നില്ല തൊഴിലാളികൾ. കണക്കില്ല. കാരണം ഇങ്ങനെ അനന്തമായിട്ട് ഒരു നിയന്ത്രണമില്ലാതെ സ്വകാര്യ വീടുകളിലേക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു. ഇതൊരു നല്ല ആരോഗ്യ പ്രശ്നവും സാമൂഹ്യ പ്രശ്നമായിട്ട് മാറി കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ കണക്കെടുക്കണം, അവരെവിടെ താമസിക്കുന്ന വ്യക്തമായ രേഖകൾ വേണം, നിയന്ത്രണം പോലീസിന്റെ വേണം, ഒക്കെ വേണമെന്നിട്ട് പോലും ഇതൊരു ജലരേഖയായിട്ട് നിലനിൽക്കപ്പെടുന്നത് തന്നെയാണ് വികസന രംഗത്തെ പിന്നോട്ടടിക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ഇത്രയും വരുന്ന ആളുകൾ വരിക. അപ്പോൾ നമുക്കറിയാം വെങ്ങോലയിൽ തന്നെ ആകെയുള്ളൊരു ആശുപത്രി എന്ന് പറയുന്നത് നമ്മുടെ വെങ്ങോല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററാണ്. അവിടുത്തെ സ്ഥിതി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായി സർക്കാർ രേഖയിലുണ്ടെങ്കിൽ പോലും അതിനനുസൃതമായിട്ടുള്ള തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല.
കിട്ടില്ല. രാവിലെ 8 മണിക്ക് 9 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ ഒരു 12 മണി വരെ ആകുമ്പോൾ പിന്നെ ഡോക്ടറുടെ സേവനം കിട്ടില്ല. പിന്നെ വൈകിട്ട് 6 മണി വരെ കിട്ടുള്ളൂ. 6 മണി കഴിഞ്ഞാൽ പിന്നെ അടച്ചുപൂട്ടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഒരു പ്രദേശത്ത്, അതുകൂടാതെ അന്യസംസ്ഥാനക്കാർ തങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് നല്ല ഒരു ചികിത്സാ കേന്ദ്രം ഏറ്റവും അടിസ്ഥാനപരമായി പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സിക്കാൻ കിട്ടേണ്ട ഒരു സംവിധാനം അത് ഇപ്പോൾ അപ്രസക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് 24 മണിക്കൂറും ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തണം, ഡോക്ടർമാരുടെ സേവനം ഏർപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടും അതിന്റെ മുറവിളി ആരും ശ്രദ്ധിക്കാത്ത ഒരവസ്ഥ നിലനിൽക്കപ്പെടുകയാണ്. ഇപ്പോൾ ഈ ആശുപത്രിയിൽ അടുത്തിടെ കൊണ്ടുവന്നൊരു ഭരണപരിഷ്കാരം എന്നുള്ളത് ലാബ് ടെസ്റ്റിന് ആളുകൾക്ക് പൈസ വാങ്ങിക്കുന്ന ഒരു സ്ഥിതി എത്താൻ പോകുന്നത്, ഫീസ് ഏർപ്പെടുത്താൻ പോകുന്നത്. കാറ്റഗറി ചെയ്യപ്പെട്ട കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇനി സൗജന്യ സേവനം കിട്ടൂ എന്നുള്ള സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആശുപത്രി വെങ്ങോലയുടെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണത്. പക്ഷേ അതിന് ബന്ധപ്പെട്ട ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ ഇല്ലാത്തൊരവസ്ഥയാണ്. ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ്. മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ. ജനശബ്ദം. ജനങ്ങളുടെ ശബ്ദം. നിർവഹണം ടി.പി. രാജേഷ്. സഹകരണം ആഭാലാൽ. സമകാലികം.